ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സജിൽസ് ടെക് സെന്റർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഒരുപാട് പേര് എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടിയാണ്. ഞാൻ ഇത് അധികം ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റുള്ള അധികം വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ കാണിക്കുന്ന രീതിയിലല്ല നിങ്ങൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ട്രേഡിംഗ് വീഡിയോസ് ഒന്നും ഞാൻ കാണിക്കാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താലും കംപ്ലീറ്റ് റിസ്ക് നിങ്ങളുടെ തന്നെയായിരിക്കും. നിങ്ങൾ ഏൺ ചെയ്യുന്ന ക്യാഷ് ആണ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി റിസ്ക് നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും. എന്നിരുന്നാൽ കൂടി തന്നെയും ഈ ക്രിപ്റ്റോ ട്രേഡിംഗ് ഇപ്പോൾ ഞാൻ ട്രേഡിംഗ് എല്ലാം വെച്ചിട്ട് എനിക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നിയതും അധികം ലോസ് ഒന്നും സംഭവിക്കാതെ ഇത്ര നാൾ ലോസ് ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റിയതുമായ ഒരു ട്രേഡിംഗ് മെത്തേഡാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പോകുന്നത്. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതൊരു ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ലൈക്ക് വാസിറെക്സ്, സെപ്പെ, അതുപോലെ തന്നെ കോയിൻ സ്വിച്ച് എന്ന് പറയുന്ന ഏതൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കോയിൻ സ്വിച്ച് ആണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഒരുപാട് പേര് ചില നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ പറയുന്നുണ്ട്. അവർ ഹിഡൻ ചാർജസ് ചെറിയ എമൗണ്ട് നമ്മളിപ്പോൾ സെല്ല് ചെയ്യുമ്പോൾ ചാർജസ് ഒക്കെ എടുക്കുന്നു എന്നുള്ളതിനൊക്കെ കുറിച്ച് അതിൽ പറയുന്നുണ്ട് 0 ഫീ ആണ് അവരെടുക്കുന്നത്. പക്ഷെ ചെറിയ എമൗണ്ട് എന്തായാലും അവരെടുക്കുന്നുണ്ട്, അതെന്താ സത്യമാണ്. അതുപോലെ തന്നെ അതിൽ മറ്റൊരു ഡ്രോബാക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത് കറന്റ് റേറ്റ്. അവര് ആ ഗ്രാഫ് അപ്ഡേറ്റ് ആകാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 10-15 മിനിറ്റ് ടൈം എടുക്കും അവർ ഗ്രാഫ് അപ്ഡേറ്റ് ആകാൻ വേണ്ടിയിട്ട്. അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ കൂടിയും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബൈയിങ് ആയാലും സെല്ലിംഗ് ആയാലും ഇൻവെസ്റ്റ് ചെയ്യാനായാലും വിഡ്രോ ചെയ്യാനൊക്കെ വളരെ സിമ്പിൾ ആണ് അതിൽ. അപ്പോൾ ലാസ്റ്റ് വീക്ക് വരെ നമുക്കിപ്പോൾ UPI ഒക്കെ വെച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ GPay ഒക്കെ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ആ ഓപ്ഷൻ അവരിപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ തന്നെ ചെയ്യണം. അവരുടെ അക്കൗണ്ടിലേക്ക് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണം. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഈ ഒരു കോയിൻ സ്വിച്ച് എന്ന് പറഞ്ഞ വാലറ്റിലേക്ക് വരുന്നതാണ്. നിങ്ങളിപ്പോൾ കറന്റ് വാസറക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ പറയുന്ന പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് ക്രിപ്റ്റോ ഹെയ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ്കോയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഹെയ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെങ്കിലും ഈ വീഡിയോ വേണോ എന്ന് പറഞ്ഞ് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾ, ഏകദേശം 90% ആളുകളും വേണമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, തീർച്ചയായിട്ടും ലോസ് വരാനുള്ള ചാൻസും ഉണ്ട്. എന്നാലും എൻ്റെ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അധികം ലോസ് ഒന്നും വരാതെ തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിട്ട് പോകാൻ സാധിക്കും. ഞാനിപ്പോൾ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ലോസും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. ഞാൻ ലൈവായിട്ടുള്ള വീഡിയോ സെല്ലിംഗ് ബൈയിങ് എന്നുള്ള സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ ഏത് ടൈമിനാണ് ബൈ ചെയ്യേണ്ടത്, ഏത് ടൈമിനാണ് സെല്ല് ചെയ്യേണ്ടത്, ഏത് ടൈമിനാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് മുതലായ സംഭവങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നിരുന്നാൽ കൂടിയും ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ഏതൊരു ട്രേഡിംഗ് ആയാലും അതിൻ്റെ ആയിട്ടുള്ള റിസ്ക് ഉണ്ട്. കംപ്ലീറ്റ് റിസ്ക് ഫാക്ടർ നിങ്ങളുടെ തന്നെയാണ്, നിങ്ങളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആള്. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് 1-2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയോളം നിങ്ങൾ ഇതിന്റെ ട്രേഡിംഗ് മെത്തേഡ് എല്ലാം ഒന്ന് കണ്ടു പഠിക്കുക. അതിനുശേഷം മാത്രം, ഇത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ചെറിയ എമൗണ്ട് 100-200 ഒക്കെ ഇട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എന്നാൽ മാത്രമേ കറക്റ്റ് ഐഡിയ, ട്രേഡിംഗ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന സ്ട്രാറ്റജി വളരെ പവർഫുൾ ആണ്, യാതൊരു പ്രോബ്ലം ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളതിനൊക്കെ കുറിച്ച്. അതുപോലെ തന്നെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് കുറച്ച് ന്യൂസുകളൊക്കെ വരുന്നുണ്ട്, ഈ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ്കോയിനൊക്കെ ബാൻ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഒന്നും കറക്റ്റ് തീരുമാനമായിട്ടില്ല. ഇപ്പോൾ തീരുമാനമായാൽ തന്നെ ഒരു രാത്രി കൊണ്ടൊന്നും ഇതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോടിക്കണക്കിന് ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് കമ്പനീസ്, ഇന്ത്യൻ കമ്പനീസ് ഇപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പുതിയ വാലറ്റുകൾ ഉള്ള കമ്പനീസ്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഒരു രാത്രി കൊണ്ട് നിർത്തലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ന്യൂസുകളിൽ തന്നെ പറയുന്നുണ്ട്, ഇൻവെസ്റ്റേഴ്സിന് അവരുടെ എമൗണ്ട് റിട്ടേൺ ചെയ്യാൻ, അഥവാ ബാൻ ചെയ്താൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ എമൗണ്ട് റിട്ടേൺ ചെയ്യാൻ 5-6 മാസം എന്തായാലും തരുമെന്നും ചില വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നാൾ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങൾക്കും അതിലൂടെ എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ചെറിയ പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നത്. സോ അതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ.
ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ക്രിപ്റ്റോ ട്രേഡിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഇന്ത്യൻ വാലറ്റ് അല്ലെങ്കിൽ ഏതൊരു പ്ലാറ്റ്ഫോം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ വാസറെക്സ്, ബിനാൻസ്, സെപ്പേ, ഏതൊരു പ്ലാറ്റ്ഫോം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ മെയിൻലി യൂസ് ചെയ്യുന്നത് കോയിൻ സ്വിച്ച് ആണ്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഇൻ്റർഫേസ് എല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ റേറ്റ് കൂടുമ്പോഴും കുറയുമ്പോഴും എല്ലാം പെട്ടെന്ന് നമുക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. വാസറെക്സും ഇതുപോലെ തന്നെയാണ്, പക്ഷേ ഇത്ര സിമ്പിളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബിറ്റ് കോയിൻ്റെ റേറ്റ് എല്ലാം വളരെ അധികം ആയിട്ടുണ്ട്. 42,68,000 ഒക്കെയാണ് ഇപ്പോൾ കറൻറ്റ് റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളും ഇപ്പോൾ ചെയ്യുന്ന ഒരു മണ്ടത്തരം എന്താണെന്ന് വെച്ചാൽ, റേറ്റ് കൂടുന്ന ടൈമിന് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു സമയത്ത് ഒരിക്കലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഈ റേറ്റ് കൂടുന്ന അതുപോലെ തന്നെ ഈ റേറ്റ് കുറയാനും സാധ്യതയുണ്ട്, വളരെയധികം സാധ്യതയുണ്ട്. ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത് ബിറ്റ് കോയിനും എത്തേറിയം ആണെങ്കിൽ കൂടിയും നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കുന്ന മറ്റ് അനേകം കോയിൻസുകൾ അവൈലബിൾ ആണിപ്പോൾ. അത് ഇതിലായാലും വാസറെക്സിലായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചിലിസ് എന്ന് പറയുന്നൊരു കോയിൻ, CHZ എന്ന് പറയുന്നൊരു കോയിൻ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ തുടക്കം ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഗ്രാഫും മറ്റു കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇപ്പോൾ 1D എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ ഏറ്റവും കൂടിയ റേറ്റ് എന്ന് പറയുന്നത് 37 രൂപ 75 പൈസ. അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്ന് പറയുന്നത് 19 രൂപ 65 പൈസ. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിൻ്റെ റേറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞത് ലാസ്റ്റ് വീക്ക് 7 രൂപ 59 പൈസ മാത്രമേ ഉണ്ടായുള്ളൂ ഈ കോയിന്. ലാസ്റ്റ് ഇപ്പോൾ 1M എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മന്ത് ആണ് പറയുന്നത്. അതുപോലെ തന്നെ 1Y എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയർ. 1 ഡേ, 1 വീക്ക്, 1 മന്ത്, 1 ഇയർ മുതലായ ഗ്രാഫുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ മെയിൻലി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഒരു കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഗ്രാഫും മറ്റ് പെർസെൻറ്റേജും ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ഒരു കോയിൻ കൈവരിച്ചിരിക്കുന്നത് 84.68%. അതായത് 1 രൂപ ഉള്ളപ്പോൾ നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് 84 രൂപ 68 പൈസ ആയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ 100 രൂപയാണെങ്കിൽ അതിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് നിങ്ങൾക്ക് കൂടുതലായി കിട്ടും. 1000 ആണെങ്കിൽ അത്രയും പെർസെൻറ്റേജ്. അപ്പോൾ മെയിൻലി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഇതുപോലുള്ള ചെറിയ ചെറിയ കോയിൻസ് ആണ്. അതായത് ഇപ്പോൾ 1 രൂപ, 2 രൂപ, അതുപോലെ തന്നെ 10, 15, 100 രൂപയിൽ താഴെയോ അല്ലെങ്കിൽ 200 രൂപയിൽ താഴെയുള്ള കോയിൻസൊക്കെയാണ് മെയിൻലി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. അതിന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികമായിരിക്കും. ഇപ്പോൾ ബിറ്റ് കോയിനൊക്കെ പറഞ്ഞാൽ 42 41 ലക്ഷമൊക്കെ ആയിരിക്കും എപ്പോഴും അതിൻ്റെ റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്താലും അത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടണമെന്നില്ല. കാരണം ആ കോയിൻ്റെ റേറ്റ് അത്രയും വലുതാണ്. എന്നിരുന്നാലും ലക്ഷക്കണക്കിന് രൂപ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് അതിനുള്ള പ്രോഫിറ്റ് കിട്ടുന്നുമുണ്ട്. അത് ശരിയാണ്. നമുക്ക് ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള കോയിൻസാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം, ഞാനിതിൽ ഫസ്റ്റ് ടൈം ഇപ്പോൾ ഇന്ന് രാവിലെ ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. ഇതൊരു പുതിയ കോയിനാണ്. ഇത് ഇന്നലെ ഈ ഒരു എക്സ്ചേഞ്ചിൽ റിലീസായിട്ടുള്ളൂ. നമുക്കപ്പോൾ പുതിയ പുതിയ കോയിൻസ് റിലീസാകുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇതുപോലെ ആഡുകൾ കാണിക്കും. ഇപ്പോൾ 3 മില്യൺ ഇന്ത്യൻ യൂസേഴ്സ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ആഡുകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ചിലീസ് എന്ന് പറയുന്ന കോയിൻ ഇന്നലെ അവൈലബിൾ ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫും മറ്റും ചെക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഏകദേശം അത്യാവശ്യം 3000 രൂപയോളം അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് വൈകുന്നേരമായപ്പോൾ തന്നെ ഏകദേശം 1000 ചില്ലാൻ രൂപ അതിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഗ്രാഫ് കൂടിക്കൊണ്ടിരുന്നത് കാരണം ഞാൻ കുറച്ചുകൂടി എമൗണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും അത് നമ്മൾ കിട്ടിയ പ്രോഫിറ്റ്, അതായത് ഓരോ ടൈമിനും നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് സെല്ല് ചെയ്യണം ഈ കോയിൻസ്. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് അനുസരിച്ച് ഞാൻ ഒരു 10000 രൂപ കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കാണുന്നത് 10000 രൂപ. അപ്പോൾ ടോട്ടൽ 13000 രൂപ എൻ്റെ ഈ ഒരു കോയിനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കിടപ്പുന്നുണ്ട്. പക്ഷേ ആ 13000 രൂപയിൽ തന്നെ 40%, ഇവിടെ നിങ്ങൾക്ക് ഗെയിൻ ഓർ ലോസ് എന്ന് പറയുന്നൊരു സെക്ഷൻ കാണാം. ഇതിൽ പച്ച, അതായത് ഗ്രീൻ കളർ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോഫിറ്റാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നത്. 40%, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 40% നമുക്കിപ്പോൾ ഓൾറെഡി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനത് സാധാരണ രീതിയിൽ ഇപ്പോൾ ആളുകൾ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ 10000 അല്ലെങ്കിൽ 1000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, ഇതിൻ്റെ എമൗണ്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിന് അതൊരു 1500 രൂപയാകുമ്പോൾ ഗ്രാഫ് താഴുന്നതിന് മുമ്പ് തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് അത് സെല്ല് ചെയ്ത് കളയും. എന്നാൽ ഞാൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ,
ഇപ്പോൾ ഞാനിപ്പോൾ ടോട്ടൽ എൻ്റെ 13,000 ഇതിൽ ഇൻവെസ്റ്റഡ് ആണ്. നിങ്ങൾക്കിപ്പോൾ കാണാം കറൻ്റ്ലി ഇപ്പോൾ 14,219 രൂപ എനിക്കിപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 1,219 രൂപ എനിക്കിപ്പോൾ പ്രോഫിറ്റ് വീണ്ടും വന്നിട്ടുണ്ട് ഇതിൽ. അതായത് ഓൾറെഡി 40% എനിക്ക് ഓൾറെഡി ഏൺഡ് ആണ്. ഇപ്പോൾ വീണ്ടും 4% കൂടി ഈ ഒരു കോയിന് കൂടിയിട്ടുണ്ട്. സോ 13,000 എന്നുള്ളത് വീണ്ടും 14,219. ഈ ഒരു സമയത്ത് ഞാൻ ചെയ്യുന്ന രീതി എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ 10,000 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ 11,000 ആയിട്ടുണ്ടെങ്കിൽ 10,000 രൂപയുടെ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു കോയിൻ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിടും. ബാക്കി വരുന്ന പ്രോഫിറ്റ് മാത്രമാണ് ഞാൻ മാറ്റി വാലറ്റിലേക്ക് മാറ്റുന്നത്. നമുക്കിപ്പോൾ ഇതൊന്ന് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം, എന്നാലേ കറക്റ്റ് റേറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ആ റേറ്റ് ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏകദേശം 13,000-ൽ 1,000 രൂപയോളം എനിക്കിപ്പോൾ മാറ്റാൻ സാധിക്കും, അതായത് സെല്ല് ചെയ്യാൻ സാധിക്കും. സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വാലറ്റിലേക്ക് അത് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ എൻ്റെ വാലറ്റ് ബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിൻ്റെ ബാലൻസ് ഇവിടെ കാണാം. ഈ 60,000 രൂപ എന്ന് പറയുന്നത് എൻ്റെ വാലറ്റിൽ കിടക്കുന്ന എമൗണ്ടാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലുള്ള ചെറിയ എമൗണ്ടിൽ കോയിൻസ് വരുമ്പോൾ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി ഞാൻ മാറ്റിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ബിറ്റ്കോയിനൊക്കെ റേറ്റ് കുറയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. റേറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ അതിലേക്ക് കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ഗ്രീനാണ് കത്തിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി അപ്പ് ടൈമാണ് ബിറ്റ്കോയിൻ എല്ലാം. അതാണ് ഈ 3.43%. അത് കൂടിക്കൊണ്ടിരിക്കും, മാക്സിമം അത് കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ സമയമൊന്നും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം ഞാൻ കാണിച്ചു തരാം. ഇത് കുറയുന്ന ടൈമിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാലറ്റിലേക്ക് എമൗണ്ട് മാറ്റി ഇട്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ചില്ലിസ് എന്ന് പറയുന്ന ഈ ഒരു കോയിൻ്റെ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ വാലറ്റിലേക്ക് മാറ്റാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, 14,000 രൂപ, ഏകദേശം 1,000 രൂപ ഞാൻ ഇപ്പോൾ ഇതിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെൽ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യാം. ഓക്കെ, നമുക്ക് മിനിമം ഇവിടെ കാണിച്ചിട്ടുണ്ടാവും, മാക്സിമം എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യേണ്ട അല്ലെങ്കിൽ സെല് ചെയ്യേണ്ട എമൗണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. മിനിമം 2 കോയിനാണ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കുക. ഞാനിപ്പോൾ 1,000 രൂപ വാല്യൂ വരുന്ന കോയിനാണ് എടുക്കുന്നത്. നമുക്ക് ഒരു 20 അടിച്ചു നോക്കാം, എത്ര വരും നോക്കാം കറണ്ട് വാല്യൂ അനുസരിച്ച്. ഓക്കെ, 740 രൂപയെ വരുള്ളൂ 20 CHS. അപ്പോൾ ഒരു 25 കോയിൻ നമുക്ക് അടിച്ചു നോക്കാം. ഞാനിപ്പോൾ ഏകദേശം 1,000 രൂപ അറൗണ്ട് 1,000 എടുക്കാൻ നോക്കുന്നത്. 26 അടിച്ചു നോക്കാം. ഇങ്ങനെയാണ് നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യേണ്ടത്. ഓരോ കോയിൻ വൈസ് നമ്മളിങ്ങനെ അടിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ എമൗണ്ട് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുള്ളൂ. നമുക്ക് ഒരു കാര്യം 28 അടിക്കാം. 28 കോയിൻസാണ് ഞാൻ ഇപ്പോൾ സെല്ല് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏകദേശം 1,046 രൂപ വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ആ കോയിൻ 28 കോയിൻസ് നമ്മളിപ്പോൾ സെല്ല് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ആ എമൗണ്ട് ഇവിടെ നിന്നിട്ട് ഡിഡക്റ്റ് ആയിട്ടുണ്ട്. 12,944 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏകദേശം 13,000 രൂപയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇതിൻ്റെ റേറ്റ് കൂടുന്നതനുസരിച്ച് 13,500 അല്ലെങ്കിൽ 14,000 രൂപ വരുമ്പോൾ നമ്മൾ വീണ്ടും അത് സെല്ല് ചെയ്യും. ഇതിപ്പോൾ ഇത്ര എമൗണ്ട് ഒന്നുമല്ല, 100 രൂപ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ കുറച്ച് നാളായി ഈ ട്രേഡിങ് ഇതിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കളികളെല്ലാം മനസ്സിലായതിനു ശേഷമാണ് ഞാൻ കുറച്ചുകൂടി എമൗണ്ട് ആഡ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ദിവസം ഇതിൻ്റെ വർക്കിംഗ് എല്ലാം അല്ലെങ്കിൽ ട്രേഡിങ്ങിൻ്റെ സ്വഭാവം എല്ലാം ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്തേറിയത്തിലൊക്കെ ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്തേറിയമെല്ലാം വലിയ എമൗണ്ട് ഒന്നും നമുക്ക് പ്രോഫിറ്റ് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സമയമായിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. വലിയ എമൗണ്ട് ഒന്നും കിട്ടില്ല എന്തായാലും. വല്ല 100-200 രൂപയൊക്കെ ആയിരിക്കും ഇതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ, അതായത് ഗ്യാസ് ഫീ എന്ന് പറയും, അത് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഗ്യാസ് ഫീ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ എമൗണ്ട് ഒന്നും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതിലും നല്ലത് ഒന്നില്ലെങ്കിൽ ബിറ്റ്കോയിൻ്റെ റേറ്റ് കുറയുന്ന ടൈമിന് ഇപ്പോഴൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. റേറ്റ് കുറയുന്ന ടൈമിന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇതുപോലുള്ള ചെറിയ കോയിൻസ് സെലക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നേരത്തെ 60,000 രൂപ എൻ്റെ വാലറ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 61,000 രൂപ, അതായത് 61 സംതിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം പ്രോഫിറ്റിന് ചാൻസ് ഉള്ള ഒരു കോയിനാണ് ഈ IUST എന്ന് പറയുന്നത്. ഇതും വളരെ ചെറിയ എമൗണ്ടാണ്. 3 രൂപ 39 പൈസയാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് ഏകദേശം ഇപ്പോൾ നിങ്ങളൊരു 1,000 രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 3 രൂപ 31 ഉള്ളത് ഇതിൻ്റെ അപ്പ് ടൈം ആകുമ്പോൾ ഏകദേശം 4 രൂപയോ 5 രൂപയൊക്കെ അടുത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1,000 രൂപ എന്നുള്ളത് 1,500 ഒക്കെ ആയിട്ട് മാറി വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം എനിക്കിതിൽ ഓൾറെഡി ഗെയിൻ, അതായത് പ്രോഫിറ്റ് എനിക്ക് ഓൾറെഡി 19.66% ഓൾറെഡി ഞാൻ ഏൺ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ്. വീണ്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിൽ തന്നെ കീപ്പ് ചെയ്തിരിക്കുകയാണ്. എനിക്കിതുപോലെ പ്രോഫിറ്റ് വരുമ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ സെല്ല് ചെയ്യും. പ്രോഫിറ്റ് എമൗണ്ട് മാത്രം ഞാൻ വാലറ്റിലേക്ക് മാറ്റും. ഇൻവെസ്റ്റഡ് എമൗണ്ട് അപ്പോഴും ഇതിലേക്ക് ഇടും. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ താഴെ ആവറേജ് ബൈ പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോയിന് 2 രൂപ 74 പൈസ ഉള്ളപ്പോഴാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അതാണ് ഈ ബൈ പ്രൈസ് കാണിക്കുന്നത്, ആവറേജ്. അതുപോലെ തന്നെ IUST ബാലൻസ്, ഇത്രയും കോയിൻസ് എനിക്കിപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ ഉണ്ട്. ഈ IUST ബാലൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ടൈമിന് ആ ഒരു എമൗണ്ട് എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് ഇവർ ആവറേജ് ബൈ പ്രൈസ് എന്ന് പറയുന്ന സെക്ഷനിൽ കാണിക്കും. പിന്നെ ഇതിൽ ലിമിറ്റ് ഓർഡേഴ്സ് ഉണ്ട്. ലിമിറ്റ് ഓർഡേഴ്സ് എല്ലാവർക്കും ബാധകമല്ല. അത് അത്യാവശ്യം ഇതിൽ ട്രേഡ് ചെയ്യുന്ന ആർക്ക് മാത്രം കളിക്കാൻ പറ്റുന്നതാണ്. അതായത് റേറ്റ് കുറയുന്നത് കൂടുന്ന ടൈമൊക്കെ നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാം. ആ ടൈമിന് സെല് ചെയ്യാനും ബൈ ചെയ്യാനൊക്കെ സാധിക്കും. അതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സെലക്ട് ചെയ്യുന്ന കോയിൻസിൻ്റെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു കോയിൻ ഏറ്റവും കൂടുതൽ ആളുകൾ ബൈ ചെയ്ത് വെച്ചിരിക്കുന്നത് 71% പേർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന കോയിനാണ്. സെല്ല് ചെയ്തിരിക്കുന്നത് 29% മാത്രമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേർച്ചേസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആളുകൾ ഇത് പേർച്ചേസ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ വെയിറ്റ് ഒന്നും ചെയ്യില്ല, എനിക്ക് പ്രോഫിറ്റ് വരുമ്പോൾ അപ്പോൾ തന്നെ ഞാൻ മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് കുറച്ചുകൂടി സിമ്പിൾ. വലിയ ലോസ് ഒന്നും നമുക്ക് വരാതെ തന്നെ പ്രോഫിറ്റായിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇതിൽ ഇട്ടിട്ട് പ്രോഫിറ്റ് വരുമ്പോൾ അത് പ്രോഫിറ്റ് മാത്രം മാറ്റുക. അപ്പോൾ മാക്സിമം നമ്മളുടെ ഇൻവെസ്റ്റഡ് എമൗണ്ടിൻ്റെ അത്രയും പ്രോഫിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ എമൗണ്ട് തന്നെ അതിൽ കിടക്കുന്നാലും കുഴപ്പമില്ല, വീണ്ടും നമുക്ക് കിട്ടുന്നതെല്ലാം പ്രോഫിറ്റായിട്ട് മാറും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കോയിൻസ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ കാണാം, ഇതെല്ലാം എനിക്ക് പ്രോഫിറ്റ് ഗോളം എന്ന് പറയുന്നത് ഓൾറെഡി പ്രോഫിറ്റ് ആയിട്ടുള്ള ഇതാണ്. അതുപോലെ തന്നെ ഏൺ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കോയിൻ ഉണ്ട്. ഇതിലിപ്പോൾ എനിക്ക് റെഡ് കളർ കത്തിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അതെനിക്ക് ലോസ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. ലോസ് എന്ന് വെച്ചാൽ ഇത് ഡേ ട്രേഡിംഗ് ഒന്നുമില്ല. ഒരു ദിവസം ലോസ് വന്നാൽ തന്നെ നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അപ്പ് ടൈം ആവും. ആ ടൈമിന് നമുക്ക് സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് ലോസ് ഒന്നും വരില്ല, പ്രോഫിറ്റ് ആയിട്ട് തന്നെ മാറും. അപ്പോൾ ഇതിൽ 18% എനിക്ക് ലോസായി നിൽക്കുകയാണ്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ റേറ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട്. റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് വന്നാൽ ഞാനിപ്പോൾ സെല് ചെയ്യും. അതുപോലെ തന്നെ ഡോജ് കോയിൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഓൾറെഡി പ്രോഫിറ്റ് വന്നതാണ്. ഞാനിപ്പോൾ സെല്ല് ചെയ്യാത്ത കാരണം എനിക്ക് ലോസായി വന്ന് 1.55% ലോസായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഡോജ് കോയിനൊക്കെ ഏത് സമയവും കയറാൻ സാധ്യതയുള്ള നല്ല രീതിയിൽ 7 രൂപയൊക്കെ വന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. അത് ലോസ് ഒന്നായിട്ട് കണക്ക് കൂട്ടാൻ നമുക്ക് പറ്റില്ല, എന്തായാലും പ്രോഫിറ്റ് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാം 4 രൂപ 14 പൈസ ഉള്ളപ്പോഴാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ 4 രൂപ 21 പൈസ ഉണ്ട്. അതിൻ്റെ ട്രാൻസാക്ഷൻ ഫീ ഒക്കെ ഡിഡക്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ ലോസ് കാണിക്കുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്കത് പ്രോഫിറ്റ് ആയിട്ട് മാറും. കുറച്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് കാണാം ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു കോയിനാണ് ഗ്യാസ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം 14% പ്രോഫിറ്റ് എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ 984 ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ 838 എന്നുള്ള എമൗണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഹയസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം 1026 വരെയും വന്നിട്ടുണ്ട്. ഞാൻ ആ സമയം ശ്രദ്ധിച്ചില്ല. ആ സമയം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് വന്ന് എനിക്ക് മാറ്റാൻ പറ്റുമായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം നമ്മളിതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പ് ടൈമും ഡൗൺ ടൈമൊക്കെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു എൻജിൻ കോയിൻ എന്ന് പറയുന്ന കോയിനുണ്ട്. ഇത് വളരെ അധികം പോപ്പുലാരിറ്റി പ്രതീക്ഷിക്കുന്ന ഒരു കോയിനാണ്. കാരണം ഗെയിമിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഗെയിമേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോയിൻ കൂടിയാണിത്. നിങ്ങൾക്ക് ഇവിടെ താഴെ അതിൻ്റെ ഡീറ്റെയിലും മറ്റു കാര്യങ്ങളും കാണാൻ സാധിക്കും. ഗെയിമിംഗ് ഇൻഡസ്ട്രി ആൻഡ് എയിം ടു ഇൻക്രീസ് റവന്യൂ. ഇത് വളരെ അധികം പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളൊരു കോയിനാണ് ഈ എൻജിൻ കോയിൻ. കാരണം നിങ്ങൾക്ക് ലാസ്റ്റ് വീക്ക് ഇതിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് ഇതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് കാണാം. വെറും 27 രൂപ ഉണ്ടായിരുന്ന കോയിൻ 2 ദിവസം കൊണ്ടാണ് അതിൻ്റെ പെർസെൻറ്റേജ് 67%, അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് നിങ്ങൾക്ക് നോക്കിയാൽ 27 രൂപ ഉണ്ടായിരുന്നത് 164 രൂപ വരെ വന്നിട്ടുണ്ട്. ഹൈ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ 245% കൂടിയിട്ടുണ്ട് ഈ ഒരു കോയിൻ്റെ വാല്യൂ. ലാസ്റ്റ് വീക്ക് നിങ്ങൾക്ക് നോക്കാം 83 ലോവസ്റ്റ് റേറ്റ്, അതുപോലെ തന്നെ ഹൈസ്റ്റ് റേറ്റ് 164. അപ്പോൾ ഇത് വളരെയധികം പ്രോഫിറ്റ് ലഭിക്കാൻ ചാൻസ് ഉള്ളൊരു കോയിനാണിത്, എൻജിൻ കോയിൻ. ഇത് നിങ്ങളൊന്ന് ഓർമ്മ വെക്കുക, ഞാൻ പറയുന്ന കോയിൻസ് എല്ലാം എൻജിൻ കോയിൻ. ഇതിലും അത്യാവശ്യം ഞാൻ 5000 ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. 25% എനിക്കിപ്പോൾ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 148 എനിക്കിപ്പോൾ കറൻ്റ്ലി പ്രോഫിറ്റാണ്. നമുക്ക് വേണമെങ്കിൽ അത് സെല് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. ഓക്കെ, 148 നമ്മളിപ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇപ്പോൾ മിനിമം എമൗണ്ട് ഇതാണ് 0.53. നമുക്ക് 1 കോയിൻ സെല് ചെയ്യാൻ നോക്കാം. എത്ര എമൗണ്ട് വരും നോക്കാം. ഓക്കെ, 155 വരുന്നുണ്ട്. അത്രയും വേണ്ട, 0.90 എടുത്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കണം, എന്നാലേ കറക്റ്റ് എമൗണ്ട്. ഓക്കെ, 139 ഏകദേശം വന്നിട്ടുണ്ട്. നമുക്കത് സെല് ചെയ്യാം. അത് നമ്മുടെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ടാവും ആ എമൗണ്ട്. അപ്പോൾ ബാലൻസ് എമൗണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ചെയ്യാം 5024. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുമ്പോൾ പ്രോഫിറ്റ് മാത്രം നിങ്ങൾക്ക് സെല് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ ഒരുപാട് കോയിൻസ് ഉണ്ട്. ഇപ്പോൾ ബിറ്റ് കോയിൻ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് മറ്റുള്ള കോയിൻസിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കാരണം ബിറ്റ് കോയിൻ നിങ്ങൾക്ക് കാണാം 55 രൂപയുടെ ബിറ്റ് കോയിൻ മാത്രമേ എനിക്കുള്ളൂ.
ബാക്കിയുള്ള കോയിൻസൊക്കെ ഞാൻ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തതിനെല്ലാം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം കോമ്പൗണ്ട് എന്ന് പറഞ്ഞ കോയിന് 8.26. അതുപോലെ തന്നെ റിപ്പിയോ ക്രെഡിറ്റ് നെറ്റ്വർക്ക്, ഇത് നല്ലൊരു കോയിനാണ് റിപ്പിയോ. ഇതിന് 53% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ബാറ്റ് ബേസിക് അറ്റൻഷൻ കോയിൻ ടോക്കൺ, അതുപോലെ തന്നെ സിവിക്കിന് എനിക്ക് 80% ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എമൗണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. ഇതുപോലെ ഞാൻ ഇതിനു മുമ്പ് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇതിലെങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാം, അതുപോലെ തന്നെ റെഫറൻസിലൂടെ നമുക്ക് ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓരോ റെഫറൻസും ഏൺ ചെയ്യുന്നതനുസരിച്ച് 50 രൂപ അല്ലെങ്കിൽ 52 രൂപയുടെ ബിറ്റ് കോയിൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ എനിക്ക് 1423 രൂപ വാല്യൂ ഉള്ള ബിറ്റ് കോയിൻ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട് റെഫറൻസ് മുഖേന. പക്ഷേ റെഫറൻസിന് ലിമിറ്റ് ഉണ്ട്, 10 റെഫറൻസൊക്കെ മാക്സിമം നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നത്. എനിക്ക് പക്ഷേ അതിലും കൂടുതൽ റെഫറൽ ഏർണിങ്സ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സ്കിപ്പ് ചെയ്ത് കാണരുത്, കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മനസ്സിരുത്തി കാണുക. ഇനിയാണ് നമ്മൾ മെയിൻ സെക്ഷനിലേക്ക് പോകാൻ പോകുന്നത്. മാർക്കറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിലാണ് നമ്മൾ ബൈ ചെയ്യുന്നതും അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതുമായ കോയിൻസിൻ്റെ കംപ്ലീറ്റ് ഗ്രാഫ്, മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആണോ അപ്പ് ആണോ എന്നൊക്കെ അറിയുന്നത് ഈ ഒരു സെക്ഷനിൽ നിന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ വീഡിയോ എങ്ങനെയാണ് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മറ്റുള്ള കാര്യങ്ങളുടെ ഇപ്പോൾ ഓൾ എന്നൊരു സെക്ഷനിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അപ്പായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സെക്ഷനിൽ കാണിക്കുന്നത്. ഇതിൽ റെഡ് വരുന്നത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു കോയിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പെർസെൻറ്റേജ് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എയർ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ 16% കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഓൾ എന്ന സെക്ഷൻ നിങ്ങൾ അധികം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിൻലി നോക്കേണ്ടത് ടോപ്പ് ഗെയിനേഴ്സ് അതുപോലെ തന്നെ ടോപ്പ് ലോസേഴ്സ് എന്ന് പറയുന്ന ഈ രണ്ട് സെക്ഷനാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്തെന്ന് വെച്ചാൽ ടോപ്പ് ഗെയിനേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ പോയിട്ടാണ് കൂടുതൽ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ ചിലിസ് എന്ന് പറയുന്ന കോയിൻ 88% ലാഭത്തിൽ നിൽക്കുന്നൊരു കോയിനാണ്. അപ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് ഇതിൽ നിന്ന് ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് അങ്ങനെ നിങ്ങൾ ബൈ ചെയ്യും, ഇത് ഉള്ള എമൗണ്ടൊക്കെ കൊടുത്ത് ബൈ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ടോപ്പ് ഹൈയിൽ നിൽക്കുന്ന ടൈമാണിത്. ഈ സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമോ അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മണിക്കൂറോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രെൻഡ് കുറഞ്ഞു വരും. അതായത് ഡൗൺ ടൈം എന്തായാലും വരും. ഇത് ഡൗൺ ടൈം വരുന്ന ടൈമാണെങ്കിൽ നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തത് ചിലപ്പോൾ 500 രൂപയോ 600 രൂപയായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈ ആയി നിൽക്കുന്ന ടൈമിന് ഒരിക്കലും നിങ്ങൾ ഒരു കോയിനിലും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. മറിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പ് ലോസേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിലുള്ള കോയിൻസിലായിരിക്കണം നിങ്ങൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ റേറ്റ് താഴ്ന്നു നിൽക്കുന്ന കോയിൻസിൻ്റെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ NEM എന്ന് പറയുന്നൊരു കോയിൻ ഉണ്ട്. ഇതിൽ 34% താഴ്ന്നു നിൽക്കുന്ന ടൈമാണ്. ഇതൊക്കെ കറക്റ്റ് ടൈമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബൈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഇപ്പോൾ 100 രൂപയുടെ കോയിൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 100 രൂപ അടിച്ചു കൊടുക്കാം. അതുപോലെ നിങ്ങളുടെ ബാലൻസ് അവൈലബിൾ വാലറ്റിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ ബാലൻസ് കാണിക്കും. ദെൻ പ്രിവ്യൂ ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറണ്ട് റേറ്റ് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 29 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ 29.78 രൂപ വെച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. 100 രൂപയുടെ വാല്യൂ ഉള്ള കോയിൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബൈ ചെയ്യാൻ സാധിക്കും ഈ കുറഞ്ഞിരിക്കുന്ന ടൈമിന്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കോയിൻസ് എന്തായാലും കയറി വരും. നല്ല റേറ്റ് നിങ്ങൾക്ക് ഇവിടെ ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് നോക്കാം. 56.57% കുറവായിരുന്നു. പക്ഷേ താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാം 29 രൂപയുള്ള ഉണ്ടായിരുന്ന ഈ കോയിൻ ലാസ്റ്റ് വീക്ക് 60 രൂപ വരെ വന്നിട്ടുണ്ട്. ഏകദേശം ഇരട്ടിയിലധികം ഈ കോയിൻ ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ലാസ്റ്റ് മന്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 24 രൂപ ഉണ്ടായിരുന്നത് 66 രൂപ വരെ വന്നിട്ടുണ്ട്. ഇന്നത്തെ തന്നെ നോക്കുകയാണെങ്കിൽ 29 രൂപ ഉണ്ടായിരുന്നത് 46 രൂപ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ട്രെൻഡ് ഇപ്പോൾ റെഡ് കളറിലാണ്, അതായത് ഡൗൺ ടൈമാണ്. ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അപ്പ് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രോഫിറ്റ് ലഭിച്ചിരിക്കും. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഗ്രീൻ കളർ കത്തുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റാണ് പിന്നെ നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള കോയിൻസ് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത് ഏകദേശം 10% താഴ്ന്നു നിൽക്കുമ്പോൾ, അതിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 10% മിനിമം ഇതുപോലെ റെഡ് കളർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ അത് കയറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രെൻഡ് നിങ്ങൾ നോക്കണമെന്ന്, ഇന്നത്തെ ട്രെൻഡൊക്കെ നോക്കണം. ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന ടൈമാണ്. അതുപോലെ തന്നെ അപ്പ് ടൈമും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറൻറ്റ് പ്രൈസും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉണ്ടായ
ഓരോ സമയവും ഇന്നത്തെ ഡേറ്റിൻ്റെ സമയവും എല്ലാം നിങ്ങൾക്ക് കാണിക്കും. ഇപ്പോൾ 12:31 അല്ലെങ്കിൽ 11:33 34 രൂപയോളം ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങോട്ട് നിങ്ങൾ ഒന്ന് ഈ ഗ്രാഫ് മാറ്റി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ സമയത്തിനും ഇതിൻ്റെ അപ്പ് ടൈമും ഡൗൺ ടൈമും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കോയിൻസിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ്. നല്ല രീതിയിൽ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സെല്ല് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കും, തീർച്ചയാണത്. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഡേ ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നതിനേക്കാൾ സിമ്പിളാണിത്. കാരണം ഒരു ദിവസം കൊണ്ടൊന്നും ഇതിൻ്റെ ട്രേഡിംഗ് അവസാനിക്കുന്നില്ല. 24 hours ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡേ ട്രേഡിംഗ് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. രാവിലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി പ്രോഫിറ്റ് വരുന്ന ടൈമിന് കംപ്ലീറ്റ് ആയിട്ട് വിഡ്രോ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ അധികം നഷ്ടം വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു രീതി തന്നെയാണ്. മറ്റൊന്നും ചിന്തിക്കേണ്ട, ഇതിന് വേറെ ലോജിക്കൊന്നുമില്ല. കുറഞ്ഞ എമൗണ്ട് വരുമ്പോൾ നിങ്ങൾ ബൈ ചെയ്യുക, കൂടുതൽ എമൗണ്ട് വരുമ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുക, അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിലിട്ടിട്ട് പ്രോഫിറ്റ് മാത്രമായിട്ട് മാറ്റാം. അതുമല്ലെങ്കിൽ അപ്പ് ടൈം ആവുന്ന ടൈമിന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാം. എന്നിട്ട് മറ്റുള്ള ഏതെങ്കിലും ഇതുപോലുള്ള ഡൗൺ ടൈമായിട്ടുള്ള അല്ലെങ്കിൽ ഡൗൺ ആയിട്ടുള്ള കോയിൻ നിങ്ങൾക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാം. അതുപോലെ റേറ്റ് കൂടുമ്പോൾ അത് സെല്ല് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാം. അത് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിലിട്ടിട്ട് പ്രോഫിറ്റ് മാത്രമായിട്ടും ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ടോപ്പ് ഗെയിനേഴ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻജിൻ കോയിൻ വളരെ നല്ലൊരു കോയിൻ തന്നെയാണ്. എന്തായാലും റേറ്റ് വളരെയധികം കൂടാൻ ചാൻസ് ഉള്ളൊരു കോയിൻ കൂടിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇന്നത്തെ ദിവസം തന്നെ 27% അത് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേഞ്ച് ആയി വരും. ഓരോ ദിവസവും ഓരോ ട്രെൻഡാണ്. റേറ്റും മറ്റു കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ബിറ്റ് കോയിൻ അത്ര എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ടൈമിൽ മാത്രം, വളരെയധികം പെർസെൻറ്റേജ് ഇതുപോലെ ടോപ്പ് ലോസസിൽ വരുന്ന ടൈമിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വളരെയധികം ലോസ് വരാൻ ചാൻസ് ഉണ്ട് ബിറ്റ് കോയിനിലൊക്കെ. അപ്പോൾ നല്ല ഡൗൺ ടൈം ഉള്ള ടൈമിന് നമ്മൾ കുറച്ച് എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പ് ടൈം ആകുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എന്തായാലും കിട്ടും. പക്ഷേ അതിലും സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലുള്ള ചെറിയ കോയിൻസ് ആണ്. ഇതാകുമ്പോൾ ഓരോ കോയിനും 10-20 രൂപയൊക്കെ ഉള്ളൂ. അതിൻ്റെ അനുസരിച്ച് നമുക്ക് പെർസെൻറ്റേജ് മാറി വരും. അത്രയും പെർസെൻറ്റേജ് നമുക്ക് പ്രോഫിറ്റായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഇതുപോലുള്ള കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓരോ കോയിനിലും ഇപ്പോൾ സെല്ല് ചെയ്യുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ ഇൻ്റർനെറ്റിലൊക്കെ അതിൻ്റെ വാർത്തകളൊന്ന് വായിച്ചു നോക്കുക. ഓരോ കാര്യങ്ങളും ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചുള്ള വാർത്തകൾ വായിച്ചിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ സെല്ലും ബൈ ഒക്കെ ചെയ്യുന്നത്. അതിനനുസരിച്ച് ഇപ്പോൾ ചില ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ചില കോയിൻസിൻ്റെ റേറ്റ് അപ്പോൾ തന്നെ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെയൊക്കെ ഉള്ള ഒരു കോയിനാണ് എൻജിൻ കോയിനൊക്കെ. പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ 150% കൂടും ഈ ഒരു കോയിന്. അപ്പോൾ അത് കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റേറ്റും മറ്റു കാര്യങ്ങളും ഇതുപോലെ കൂടിയും കുറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ആളുകൾ സെല്ല് ചെയ്യുമ്പോൾ അതിൻ്റെ റേറ്റ് കുറയും. അതുപോലെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ സെല്ല് ചെയ്യുന്ന ടൈമിന് ഒന്ന് ജസ്റ്റ് ഇൻ്റർനെറ്റിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഒരു കോയിൻ്റെ കറൻറ്റ് ട്രെൻഡ് എന്താണെന്ന്. കാരണം നമ്മൾ ചില കോയിനൊക്കെ എനിക്കിപ്പോൾ പറ്റിയിട്ടുണ്ട്. ചില ടൈമൊക്കെ ഞാൻ സെല്ല് ചെയ്ത് എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റായി ഞാൻ സെല്ല് ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇരട്ടി പ്രോഫിറ്റ്, അതായത് അതിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ അപ്പ് ടൈം വളരെയധികം കൂടിയിട്ടുള്ള ട്രെൻഡൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രോഫിറ്റ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. എന്നാലും നമ്മൾ കംപ്ലീറ്റ് സെല്ല് ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പ്രോഫിറ്റ് മാത്രം എടുത്തിട്ട് ആ എമൗണ്ട് അതിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അതിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ ട്രെൻഡ് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇൻ്റർനെറ്റിൽ വരുന്ന ക്രിപ്റ്റോ ന്യൂസുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ശേഷം മാത്രം നിങ്ങൾ സെല്ലൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനിയും വീഡിയോസ് ഉണ്ടാകും. ഇതൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോവുക, ടോപ്പ് ലോസസ് എടുക്കുക. ഇതിലേറ്റവും ഇതിൻ്റെ ഗ്രാഫും മറ്റു കാര്യങ്ങളും ഓരോ ദിവസവും എത്ര പെർസെൻറ്റേജ് ലാഭം വരുമെന്നൊക്കെ നിങ്ങൾ താഴെ ഹയസ്റ്റും ലോവസ്റ്റ് എമൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൽ ക്യാഷ് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പേജിൽ തന്നെ ഡെപ്പോസിറ്റ് INR എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിലേക്ക് വരിക. ഓക്കെ, നിങ്ങൾക്കിവിടെ കറണ്ട് ബാലൻസ് ഇപ്പോൾ എൻ്റെ കാണാം. ഞാനിപ്പോൾ കോയിൻസ് മേടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. താഴെ നിങ്ങൾക്ക് കാണാം മിനിമം 100 രൂപയും മാക്സിമം 50 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ചെറിയ എമൗണ്ടൊക്കെ വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രോസസ്സിംഗ് ടൈം ഏകദേശം 15 മിനിറ്റ്സ് പറയുന്നുണ്ടെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ ബാലൻസിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാം.
ഇപ്പോൾ ആദ്യമുള്ള UPI മറ്റു കാര്യങ്ങളും GPay ത്രൂ ഒക്കെയാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അക്കൗണ്ട് ബെനിഫിഷ്യറി ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും തന്നിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രം ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വേറെ ഏതെങ്കിലും അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇവർക്ക് അറിയാൻ പറ്റില്ല അത് നിങ്ങളുടെ അക്കൗണ്ടാണെന്ന്. അപ്പോൾ ഇതിൽ സെറ്റിംഗ്സിൽ നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരിക്കണം ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് പോവേണ്ടത്. എന്നാൽ മാത്രമേ ആ ഒരു ബാലൻസ് ഇതിൽ ക്രെഡിറ്റ് ആകുള്ളൂ. അപ്പോൾ ഏകദേശം 15 മിനിറ്റ് വരെ പറയുന്നു എന്നുണ്ടെങ്കിലും 2-3 മിനിറ്റിനുള്ളിൽ ഇത് വരുന്നുണ്ട്. ചില ടൈമിൽ മാത്രം കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ. ഇപ്പോൾ പ്രൊഫൈലിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സെക്ഷനിലായിരിക്കണം നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെയായിരിക്കണം നിങ്ങളുടെ ഈ ഒരു കോയിൻബേസ് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ ബാലൻസിലേക്ക് വരില്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഇവിടെ സെറ്റിംഗ്സിൽ പോയിട്ട് അല്ലെങ്കിൽ പ്രൊഫൈലിൽ പോയിട്ട് ആഡ് ചെയ്യുക. ദെൻ ആ ഒരു ഇപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോർ എക്സാമ്പിൾ SBI ബാങ്ക് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷനിൽ നിന്നോ നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഞാൻ കാണിച്ചു തന്ന ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ വാലറ്റ് ബാലൻസിൽ ആ എമൗണ്ട് കാണിക്കും. ആ ബാലൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ബിറ്റ്കോയിൻ ആണ് പർച്ചേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ പ്രസ് ചെയ്യുക, ബൈ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കാം. 100 രൂപക്കാണെങ്കിൽ 100 രൂപ ഇവിടെ അടിച്ചു കൊടുക്കാം. പ്രിവ്യൂ ബൈ നോക്കാം, ദെൻ ബൈ നോ കൊടുക്കുക. അപ്പോൾ ആ 100 രൂപയുടെ ബിറ്റ്കോയിൻ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വാലറ്റിൽ ആദ്യം ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കോയിൻസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും അതിനെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.